നമസ്കാരം. അല്ലെങ്കിലും രാജാവിന് അടുപ്പിലുമാകാമെന്നാണല്ലോ എന്ന് കരുതി മുതിർന്ന നേതാക്കളൊക്കെ നല്ലപോലെ കൈയിട്ടു വാരി കീശ വീർപ്പിക്കുമ്പോൾ അണികൾ മാത്രം അങ്ങോട്ട് ചാടടാ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും, ഇങ്ങോട്ട് ചാടടാ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ചാടി നടന്നതുകൊണ്ട് കീശ വീർക്കില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുടിചൂടാ മന്നൻ പിണറായി വിജയനെ ഇത്രയേറെ കട്ടുമുടിക്കാമെങ്കിൽ പിന്നെ അണികൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിണറായി കൈയിട്ട് വാരി, CPM പ്രവർത്തകരും കിട്ടിയതൊക്കെ കൈയിട്ട് വാരി. ഇപ്പോൾ പാർട്ടി ഓഫീസിൻ്റെ ആധാരം പോലും പണയത്തിലായ അവസ്ഥയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അടിത്തറ തന്നെ തോണ്ടുന്ന, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കമ്മികളോട് എന്തു പറയാൻ? കണ്ണൂർ CPMൽ വീണ്ടും ഫണ്ട് തട്ടിപ്പ് വിവാദം. കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ ക്രമക്കേടെന്ന കണ്ടെത്തലിനെ തുടർന്ന് ലോക്കൽ സെക്രട്ടറിക്കെതിരെയാണ് നടപടി. രമേശിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിന് ഏരിയ കമ്മിറ്റി അംഗീകാരം നൽകി കഴിഞ്ഞു. ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് ക്രമക്കേട് നടത്തിയതെന്നും ആരോപണമുണ്ട്. മീൻതലയിൽ നിന്ന് ചീഞ്ഞു തുടങ്ങും എന്നൊരു പഴമൊഴിയുണ്ട്. അതുപോലെ പാർട്ടി സ്വത്ത് പാർട്ടിയുടേതാണ് എന്ന ആദർശം പുസ്തകങ്ങളിലെ വരികളിൽ മാത്രം ഒതുങ്ങുകയും കണക്ക് പുസ്തകങ്ങൾ കാണാതാവുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ഉത്തരം തേടേണ്ടി വന്നിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നായ CPMൽ. വർഷങ്ങളായി അച്ചടക്കം, സംഘടനാ കെട്ടുറപ്പ്, കർശന സാമ്പത്തിക നിയന്ത്രണം എന്നിവയെ സ്വന്തം മുഖമുദ്രയായി അവതരിപ്പിച്ച പ്രസ്ഥാനത്തിനകത്തു നിന്ന് തന്നെ ഇപ്പോൾ ഫണ്ട് ക്രമക്കേടിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതൊരു വ്യക്തിയുടെ വീഴ്ച മാത്രമാണോ, അതോ സംഘടനയ്ക്കുള്ളിൽ കൂടുതൽ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു മുന്നറിയിപ്പാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കണ്ണൂരിൽ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഒരു ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി ഉണ്ടാകുന്നു. പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി സ്വരൂപിച്ച പണത്തെ ചൊല്ലിയുള്ള വിവാദം, രേഖകളെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഒടുവിൽ പാർട്ടി തലത്തിൽ തന്നെ അച്ചടക്ക നടപടി. എതിരാളികൾക്ക് ഇത് രാഷ്ട്രീയ ആയുധമാകുമ്പോൾ പാർട്ടിക്ക് ഇത് വിശ്വാസ്യതയുടെ പരീക്ഷണമായാണ് മാറുന്നത്. CPIM എന്നും പറയുന്നത് മറ്റുള്ളവരോട് മാത്രം സുതാര്യത ആവശ്യപ്പെടുന്ന പാർട്ടിയല്ല, സ്വന്തം സംഘടനയ്ക്കുള്ളിലും കർശന അച്ചടക്കം നടപ്പാക്കുന്ന പ്രസ്ഥാനമാണ് എന്നാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ട പിഴവുകളാണോ, അതോ സംഘടനയുടെ സാമ്പത്തിക സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ സൂചനയാണോ, അതോ പാർട്ടിക്കുള്ളിൽ ഉള്ളത് മുഴുവൻ കള്ളന്മാരാണ് എന്നതിന്റെ തുറന്നു പറച്ചിലും? ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത് വെറും വോട്ടല്ല, വിശ്വാസം കൂടിയാണ്. ആ വിശ്വാസം പണവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് ഒരു വ്യക്തിയുടെ പ്രതിച്ഛായ മാത്രമല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തിരിമറിയിൽ മുഖം നന്നാക്കി വരുന്നതിനിടെയാണ് കണ്ണൂർ CPIMൽ വീണ്ടും പുതിയ ഫണ്ട് ക്രമക്കേട് വിവാദത്തിൽ നടപടിയെടുക്കുന്നത്. കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടന്നുവെന്നാണ് CPIMന്റെ കണ്ടെത്തൽ. ഓഫീസ് നിർമ്മാണത്തിനായി പലവിധത്തിൽ ഫണ്ട് സമാഹരിച്ചെങ്കിലും കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം. ടൗൺ ബാങ്കിലെ പാർട്ടി അംഗങ്ങളും അനുഭാവികളുമായ ജീവനക്കാരിൽ നിന്നും പിരിച്ച ഭീമമായ തുകയും കണക്കിൽ ഉൾപ്പെട്ടില്ല എന്നും പരാതിയുണ്ട്. ഓഫീസ് നിർമ്മാണത്തിനായി ബമ്പർ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സമ്മാന പദ്ധതിയിലും തട്ടിപ്പ് നടത്തിയെന്ന് പരാതിയുണ്ട്. CPM കണ്ണൂർ ഏരിയ സെക്രട്ടറിയുടെ ബന്ധുവായ ലോക്കൽ സെക്രട്ടറി നടത്തിയ ക്രമക്കേടിന് നേതൃത്വം കൂട്ടുനിന്നുവെന്നും വിമർശനം ഉയരുകയാണ്. ഉയർന്ന ആരോപണങ്ങളിലും പരാതികളിലും അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ലോക്കൽ സെക്രട്ടറിയെ പുറത്താക്കാൻ തീരുമാനിച്ചത്. ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത് ചേരുന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം P. പ്രശാന്തന് ലോക്കൽ സെക്രട്ടറിയുടെ ചുമതല നൽകുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ സംഘടനാ കെട്ടുറപ്പിന്റെ കാര്യത്തിൽ പലപ്പോഴും മാതൃകയായി ഉയർത്തിക്കാട്ടപ്പെട്ട പ്രസ്ഥാനമാണ് CPIM. സംഘടനയാണ് ശക്തി, അച്ചടക്കമാണ് അടിത്തറ എന്ന സന്ദേശം പ്രവർത്തകരിലേക്ക് പതിറ്റാണ്ടുകളായി എത്തിച്ച പാർട്ടി. വ്യക്തിയേക്കാൾ സംഘടനയ്ക്കും പദവിയേക്കാൾ പ്രസ്ഥാനത്തിനും പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് CPIMന്റെ മുഖമുദ്രയെന്നാണ് അനുയായികൾ അവകാശപ്പെടാറുള്ളത്. എന്നാൽ ആ പ്രസ്ഥാനത്തിനകത്തു നിന്ന് തന്നെ ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെതിരെ പാർട്ടി തന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ലോക്കൽ സെക്രട്ടറിയെ മാത്രമല്ല, സംഘടനയുടെ ആന്തരിക സാമ്പത്തിക നിയന്ത്രണ സംവിധാനവും കൂടിയാണ്. മറ്റുള്ളവരുടെ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന പാർട്ടികളിൽ ഒന്നാണ് CPIM. അഴിമതിക്കെതിരെ സമരങ്ങളും സുതാര്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും പൊതുജീവിതത്തിലെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള നിലപാടുകളും CPIMന്റെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയിരിക്കെ സ്വന്തം സംഘടനയ്ക്കുള്ളിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയരുമ്പോൾ എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധമാക്കാനുള്ള അവസരം ലഭിക്കുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കണം. ആരോപണം ഉയർന്നപ്പോൾ അത് മറച്ചുവെക്കാതെ പാർട്ടി അന്വേഷണത്തിനും നടപടികൾക്കും തയ്യാറായി എന്ന വാദവും CPIM ഉയർത്തും. അതായത് തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താൻ സംഘടനയ്ക്കുള്ളിൽ സംവിധാനമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. എന്നാൽ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്. അത്തരമൊരു സാഹചര്യം ആദ്യം തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നിയന്ത്രണങ്ങൾ എത്രത്തോളം ഫലപ്രദമായിരുന്നു?
പാർട്ടി ഓഫീസുകൾ, പ്രവർത്തന ഫണ്ടുകൾ, പൊതുസമാഹരണങ്ങൾ ഇവയൊക്കെ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്. ആ വിശ്വാസത്തിന് മങ്ങലേൽക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ നഷ്ടമാകുന്നത് സാമ്പത്തിക മൂല്യം മാത്രമല്ല, രാഷ്ട്രീയ വിശ്വാസ്യത കൂടിയാണ്. ചെറിയ മീനുകളെ മാത്രം ഇത്തരം പ്രശ്നങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും മാത്രം ചെയ്യുന്നത് കൊണ്ട് പാർട്ടി എങ്ങനെയാണ് മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുന്നത്? ആദ്യം മുതിർന്ന നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പരസ്യമായി ശാസിക്കാനും അവരെ അച്ചടക്ക നടപടിക്ക് വിധേയരാക്കാനും അല്ലെങ്കിൽ സ്വയം വിധേയനാകാനുമുള്ള മാതൃക കാണിക്കേണ്ടതില്ലേ? അങ്ങനെയെങ്കിൽ ആദ്യം പുറത്താകേണ്ടത് ഈ അണികളാണോ, ഏറ്റവും തലപ്പത്തിരിക്കുന്ന കൊമ്പൻ സ്രാവാണോ എന്ന കാര്യമാണ് ആദ്യം കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിക്കേണ്ടത്. കേരളത്തിലെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും വിവിധ ഘട്ടങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, പൊതുജീവിതത്തിലെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയുടെ ഭാഗം കൂടിയാണ്. അധികാരത്തിലായാലും പ്രതിപക്ഷത്തായാലും പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ഉത്തരവാദിത്വവും കണക്കെടുപ്പും ആവശ്യപ്പെടുന്ന കാലഘട്ടമാണിത്. കണ്ണൂരിലെ സംഭവം CPIഎമ്മിന് രാഷ്ട്രീയമായ അസ്വസ്ഥത സൃഷ്ടിച്ചേക്കാം. എന്നാൽ അതേസമയം സംഘടനാ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും സാമ്പത്തിക പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനുമുള്ള അവസരമായും ഇതിനെ വേണമെങ്കിൽ കാണാം. കാരണം തെറ്റ് സംഭവിക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ തെറ്റ് സംഭവിച്ചാൽ അത് കണ്ടെത്തി തിരുത്താനുള്ള സംവിധാനമാണ് ജനാധിപത്യ സംഘടനകളുടെ യഥാർത്ഥ ശക്തി. ഒടുവിൽ രാഷ്ട്രീയം വെറും തിരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നതിനുള്ള മത്സരമല്ല, വിശ്വാസം നിലനിർത്താനുള്ള പരീക്ഷണം കൂടിയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ ഏത് പാർട്ടിക്കും പ്രസംഗങ്ങൾ മാത്രം പോരാ, പ്രവർത്തനങ്ങളിലും സുതാര്യത തെളിയിക്കേണ്ടി വരും. കണ്ണൂരിൽ നിന്നുള്ള ഈ സംഭവം അതുതന്നെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ പുതുമയല്ല, എന്നാൽ ആരോപണം ഉയരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരത്തെ നിർണ്ണയിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ഈ സംഭവം CPIഎമ്മിന് വെല്ലുവിളിയാകുന്നത് അതുകൊണ്ടാണ്. ജനങ്ങൾ ഇന്ന് നേതാക്കളുടെ പ്രസംഗങ്ങൾ മാത്രം കേൾക്കുന്നില്ല, അവർ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നുണ്ട്. സുതാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നവർ സ്വന്തം സംവിധാനങ്ങളിലും അതേ സുതാര്യത പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് കൂടുതൽ ശക്തമായി ഉയരുന്നത്. ഒരു പാർട്ടിയുടെ വിശ്വാസ്യത എതിരാളികളുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ മാത്രമല്ല, സ്വന്തം സംഘടനയിലെ പ്രശ്നങ്ങൾ എത്ര തുറന്നും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യുന്നു എന്നതിലൂടെയും അളക്കപ്പെടുന്നുണ്ട്. ഈ സംഭവത്തിൽ അന്വേഷണവും അച്ചടക്ക നടപടിയും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്തിമ ഫലം എന്താണെന്നതും അത് പാർട്ടിയിൽ എന്ത് പാഠമാണ് ഉൾക്കൊള്ളുന്നതെന്നും ജനങ്ങൾ ശ്രദ്ധിക്കും. ആരോപണം ഉയർന്നവരെ മാത്രം ശിക്ഷിക്കുന്നത് മതിയാകില്ല. ഇത്തരം സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് നിർണായകം. രാഷ്ട്രീയം വിശ്വാസത്തിന്റെ കളിയാണ്. വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു പിടിക്കാൻ ഏറെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഒരേ മാനദണ്ഡം ഇക്കാര്യത്തിൽ ബാധകമാണ്. പൊതുപണവും പൊതുവിശ്വാസവും കൈകാര്യം ചെയ്യുന്നിടത്ത് ഉത്തരവാദിത്വത്തിന് പകരം മറ്റൊന്നുമില്ല. കണ്ണൂരിൽ നിന്നുള്ള ഈ വാർത്ത ഒരു ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ ഒതുങ്ങുമോ അതോ രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ചുള്ള വലിയ ചർച്ചയ്ക്ക് തുടക്കമാകുമോ എന്നത് വരും ദിവസങ്ങൾ വ്യക്തമാക്കും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ജനാധിപത്യത്തിൽ വിശ്വാസം നേടിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. അത് നഷ്ടപ്പെടുത്താൻ ഒരു വിവാദം മാത്രം മതി.